ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ച ആ അമ്മയെ വീണ്ടും കാണാനായിട്ട് ഒറ്റപ്പെട്ട അയ്യപ്പ ക്ഷേത്രത്തിലെത്തുന്ന കണ്ണൻ അമ്മയെ അവിടെ കാണാത്തതിനെ തുടർന്ന് നിരാശനായിട്ട് മടങ്ങാൻ തുടങ്ങുന്നതും മാർക്കോയെ കാണുന്നുണ്ട്. തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ച അമ്മയെ ഈ ക്ഷേത്രത്തിൽ വെച്ച് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് എന്നും ആ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്നും അമ്മ സമ്മാനിച്ച ആ അയ്യപ്പ വിഗ്രഹം തന്നെയാണ് മഹാലക്ഷ്മി എൻ്റെ തറവാട്ടിലെ പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുന്നതെന്നും അങ്ങനെയെല്ലാം മാർക്കോയെ അറിയിക്കുന്നുണ്ട് കണ്ണൻ. മാർക്കോയ്ക്കാണെങ്കിൽ ഇതെല്ലാം അറിയാം, എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്ന ജിജ്ഞാസയോടെയാണ് കണ്ണൻ പറയുന്നതെല്ലാം മാർക്കോ കേട്ടു നിൽക്കുന്നത്. തുടർന്ന് അന്നത്തെ ആക്സിഡൻറ്റിലൂടെ എനിക്ക് കിട്ടിയ നിധിയാണ് മഹിയെന്നും ഇനി ഞാൻ അയാളെ ഒരിക്കലും വേദനിപ്പിക്കില്ല, ഞങ്ങൾ തമ്മിലുള്ള അവസാനത്തെ പിണക്കാണ് ഇതെന്നും കണ്ണൻ പറയുന്നുണ്ട് മാർക്കോയോട്. അങ്ങനെ കണ്ണൻ പോയതിനു ശേഷം ക്ഷേത്രത്തിനകത്തെത്തുന്ന മാർക്കോ അമ്മയെ കാണുന്നു. തുടർന്ന് കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാർക്കോ അമ്മയെ അറിയിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ തന്ന വേൽ പോലെ തന്നെയാണ് കണ്ണന് ഞാൻ കൊടുത്ത അയ്യപ്പ വിഗ്രഹം എന്നും അത് കൂടെയുള്ള കാലത്തോളം അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും മഹാലക്ഷ്മിയും കണ്ണനും മുൻ ജന്മങ്ങളിലും പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ ആയിരുന്നു എന്നും മഹാലക്ഷ്മിയുടെ പ്രസവത്തിന് കുറച്ച് തടസ്സങ്ങളുണ്ടാകും, എങ്കിലും അതെല്ലാം സഹിക്കാൻ ആ കുട്ടിക്ക് കഴിയുമെന്നും അമ്മ ഒരു പ്രവചനം പോലെ മാർക്കോയോട് പറയുന്നുണ്ട്. പിന്നീട് വാമൻ പണത്തിൻ്റെ കാര്യം അറിയാനായിട്ട് മഹിയെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അനന്തുവാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുന്നു. തുടർന്ന് ഹോസ്പിറ്റലിലെത്തുന്ന കണ്ണനോട് വാമൻ മഹിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത പണം ആവശ്യപ്പെട്ട കാര്യമൊക്കെ അനന്തു പറയുന്നുണ്ട്. പിന്നീട് വാമനും സീമന്തിനിയും അനന്തുവിൽ നിന്നും കിട്ടാൻ പോകുന്ന പണത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് കരുണ കേൾക്കുകയും കിട്ടുന്നതിൽ പാതി തനിക്ക് വേണമെന്നും ഇല്ലെങ്കിൽ സത്യങ്ങളൊക്കെ അറിയിക്കേണ്ടവരെ അറിയിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. വേറെ നിവൃത്തിയില്ലാതെ വാമന് പണം തരാമെന്ന് സമ്മതിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വാമനെ കാണുന്ന അനന്തു കണ്ണനെ വിറ്റ് കുറേ പണം താൻ ഉണ്ടാക്കിയല്ലോടോ, എന്നിട്ടും തൻ്റെ ആർത്തി തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണെന്നും, പക്ഷേ മഹാലക്ഷ്മിയുടെ കാര്യം അങ്ങനെയല്ല. പ്രതാപൻ്റെ വീട്ടിൽ വെറും വേലക്കാരിയെ പോലെ കഴിഞ്ഞിരുന്നവളാണ് മഹാലക്ഷ്മി. കണ്ണനുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞാൽ പോലും കണ്ണൻ്റെ പകുതി സ്വത്തുക്കളുടെയും അവകാശി മഹാലക്ഷ്മിയാണ്. അതിൻ്റെ ഒരംശമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്നെല്ലാം വാമൻ പറയുന്നുണ്ട്. അപ്പോൾ അനന്തു ആണെങ്കിലും ഒരു നാടകം കളിക്കാൻ തന്നെ ഈ സമയം തീരുമാനിക്കുന്നു. അതായത് വാമനാണോ കണ്ണൻ്റെ അച്ഛനെ പ്രതാപനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചത് എന്നുള്ള ഒരു സംശയം അനന്തുവിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് തന്നെ സത്യം മനസ്സിലാക്കിയെടുക്കണം എന്ന് അനന്തു തീരുമാനിച്ചുറപ്പിക്കുന്നു. തുടർന്ന് തനിക്ക് തരാനുള്ള 10 ലക്ഷം രൂപ മഹി തരുമെന്നും, പക്ഷേ കണ്ണൻ ഇതൊരിക്കലും അറിയാനായിട്ട് ഇടവരരുത്. കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ മഹിയുടെ ദാമ്പത്യ ബന്ധം പോലും തകരുമെന്നും അനന്ത് പറയുന്നുണ്ട്. പണം തന്നാൽ കണ്ണനോട് ഞാനൊന്നും പറയില്ല, അല്ലെങ്കിൽ എല്ലാം അവൻ അറിയുമെന്ന് വാമനും പറയുന്നുണ്ട്. അങ്കിള് പേടിക്കേണ്ട, മഹി ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയാൽ ഉടനെ പണം കൈമാറാമെന്ന് അനന്ത് സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കണ്ണൻ്റെ അച്ഛനെ കൊന്നതിൽ ഇയാൾക്കും വ്യക്തമായിട്ടുള്ള പെങ്കു തന്നെയുണ്ട്. അല്ലെങ്കിൽ സ്വന്തം അളിയനെ കൊന്നതിൻ്റെ വിഹിതം പറ്റാൻ ഇയാൾ ശ്രമിക്കില്ലല്ലോ, ഇയാളെ കൊണ്ട് തന്നെ സത്യം പറയിക്കണമെന്ന് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ അനന്തു. പിന്നീട് മഹാലക്ഷ്മിയെ ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇത് കണ്ണൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ മഹിക്ക് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാൻ കാരണം ഞാൻ കൂടിയാണല്ലോ എന്നോർത്ത് വല്ലാതെ തന്നെ വേദനിക്കുന്നുണ്ട് കണ്ണൻ. പിന്നീട് വാമൻ വീട്ടിലെത്തുന്നു. പോയ കാര്യം എന്തായി? മഹാലക്ഷ്മി തരാമെന്നേറ്റ പണം അനന്തു തന്നോ എന്നെല്ലാം സീമന്തിന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയെ ആശുപത്രിയിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ പണം തരാമെന്ന് അനന്തു സമ്മതിച്ചിട്ടുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാം സീമന്തിന്, കാരണം കണ്ണൻ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് അനന്തുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പണം കിട്ടും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. ഇനി മഹാലക്ഷ്മി തന്നില്ലെങ്കിലും അനന്തു പണം തരും എന്നെല്ലാം വാമൻ പറയുന്നുണ്ട് കേട്ടോ സീമന്തിനിയോട്. കിട്ടാനുള്ള പണം അവളിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം. കാരണം പ്രതാപൻ ജയിലിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളാണ് പ്രതാപന് കൊട്ടേഷൻ കൊടുത്തതെന്ന കാര്യം അയാൾ എല്ലാവരോടും പറയും. പിന്നെ ശിഷ്ടകാലം നിങ്ങൾക്ക് ജയിലിലേക്ക് കഴിയേണ്ടി വരും. നിങ്ങൾ ജയിലിലേക്ക് പോയാൽ കല്യാണപ്രായമായ മോളെയും വയ്യാതെ കിടക്കുന്ന നമ്മുടെ മോനെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? സത്യം കണ്ണൻ അറിഞ്ഞാൽ അവൻ പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അതുകൊണ്ട് കിട്ടാനുള്ള പണം അവളിൽ നിന്ന് തന്നെ വാങ്ങിച്ചെടുക്കണമെന്നെല്ലാം സീമന്തിനി പറയുന്നുണ്ട് കേട്ടോ വാമനോട്. പിന്നീട് കണ്ണൻ വീണ്ടും മാർക്കോയെ ചെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് എന്നെ ഒന്നും അറിയിക്കാതിരിക്കാനായിട്ട് വാമൻ മഹാലക്ഷ്മി ബ്ലാക്ക് മെയിൽ ചെയ്ത് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട കാര്യവും മഹി എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യമൊന്നും അയാൾക്കറിയില്ല. മഹാലക്ഷ്മി എന്നോട് സത്യം പറയരുതെന്ന് മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് അയാളായിരിക്കും. അങ്ങനെ മഹാലക്ഷ്മിയെ മുൾമുനയിൽ നിർത്തി പണം തട്ടാനാണ് അയാളുടെ ലക്ഷ്യം എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, എങ്കിൽ അയാൾക്കിട്ട് നല്ലൊരു പണി കൊടുത്താലോ സാറേ? ആ മേഘനെ പോലെ
അയാളെയും മുകളിലേക്ക് നോക്കി കിടത്താം. സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ അനന്തു എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സമയമാകുമ്പോൾ നീയും ഞാനും അനന്തുവിനെ സഹായത്തിന് ചെന്നാൽ മതി. പണത്തോടുള്ള അയാളുടെ ആർത്തി അവസാനിപ്പിക്കാനുള്ള സമയമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് ലക്ഷ്മി ഏട്ടത്തി ഹോസ്പിറ്റലിലാണെന്നും കണ്ണൻ സാറ് പിണങ്ങിയത് ഏട്ടത്തിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ BP കൂടിയാണ് ഏട്ടത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതെന്നെല്ലാം സാഗർ പറയുമ്പോൾ അയ്യോ ഏട്ടത്തിക്ക് ഇപ്പം എങ്ങനെയുണ്ട്, കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നെല്ലാം ആശങ്കയോട് ചോദിക്കുന്നുണ്ട് മഞ്ജു. കണ്ണനും ഏട്ടത്തിയും തമ്മിൽ പിണങ്ങാനോ അത് ഒരിക്കലും വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ അതാണ് സത്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗർ. ശരിക്കും അവരെന്തിനാണ് പിണങ്ങിയതെന്ന് മഞ്ജു വീണ്ടും ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ മഞ്ജുവിൻ്റെ അടുത്ത് നിന്നും ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, എന്തായാലും മഞ്ജു എന്നായാലും എല്ലാം അറിയും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സാഗർ എല്ലാ സത്യങ്ങളും മഞ്ജുവിനോട് തുറന്നു പറയുന്നുണ്ട്. തുടർന്ന് നിൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് പ്രതാപനാണെന്നും അത് അന്ന് 5 വയസ്സുകാരിയായ നിൻ്റെ ലക്ഷ്മി ഏട്ടത്തി അന്ന് അയാളോടൊപ്പം ആ ലോറിയിലുണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്മി ഏട്ടത്തേക്ക് നിൻ്റെ കണ്ണേട്ടനോട് എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നും, പക്ഷേ പ്രതാപനിപ്പോൾ സമനില തെറ്റിയ അവസ്ഥയിലല്ലേ, ആ സമയത്ത് അയാളെല്ലാം ആ സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത് എന്നും, അങ്ങനെ കണ്ണൻ സാറ് അയാളിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നെല്ലാം എല്ലാ കാര്യങ്ങളും സാഗർ മഞ്ജുവിനോട് തുറന്നു പറയുന്നുണ്ട്. പക്ഷേ നിൻ്റെ അമ്മയ്ക്കോ ഉണ്ണിയേട്ടനോ ഒന്നും ഇതൊന്നും ഇപ്പോഴും അറിയില്ല എന്നും, അറിഞ്ഞു കഴിഞ്ഞാൽ കരുണയുടെ ജീവിതം അതോടെ തകരുമെന്നും സാഗർ പറയുമ്പോൾ എൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നയാളുടെ മകൾ കമലേശ്വരൻ തറവാട്ടിൽ ജീവിക്കണ്ട, ഞാൻ എന്തായാലും ഇത് അമ്മയെയും ഉണ്ണിയേട്ടനെയും ഉടനെ അറിയിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ഇതിനിടയിൽ മാമനെ കൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയിക്കാനുള്ള ഒരു തന്ത്രം അനന്തു ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്